ഹായ് മകളെ, മിസ്സിന്റെ കയ്യിൽ രണ്ട് ചെടിയുണ്ടെന്ന് വിചാരിക്കുക. ഒരു കയ്യില് ആമ്പൽ ചെടിയുണ്ട്, മറ്റേ കയ്യില് റോസാ ചെടിയുണ്ട്. ഇത് രണ്ടും ഞാൻ വെള്ളത്തിൽ കുഴിച്ചിട്ടു. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏത് ചെടിയായിരിക്കും വെള്ളത്തിൽ വളരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക? ഒബിയസ്ലി നമ്മുടെ ആമ്പൽ ചെടിയാണല്ലേ. കാരണം എന്താണ്? ആമ്പൽ ചെടി എന്ന് പറയുന്നത് ഒരു ജലസസ്യമാണ്. അപ്പൊ ജലത്തിൽ വളരാൻ ആവശ്യമായിട്ടുള്ള സവിശേഷതകളൊക്കെ നമ്മുടെ ആമ്പലിന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതുപോലെ ഏത് ജീവി ആയിക്കൊള്ളട്ടെ, അവർക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള സവിശേഷതകളെയാണ് നമ്മൾ അവരുടെ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അനുകൂലനം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആമ്പലിന് അല്ലെങ്കിൽ അതുപോലെ താമരയുടെയൊക്കെ അഡാപ്റ്റേഷൻസ് അല്ലെങ്കിൽ അനുകൂലനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഫസ്റ്റ് പോയിന്റ് ആണ് ഇവിടെ കാണുന്നത്. അതായത് ഡു നോട്ട് ഡീകേ ഈവൻ ദോ ദേ ആർ ഓൾവേസ് ഇൻ വാട്ടർ. അതായത് വെള്ളത്തിലാണെങ്കിലും അത് ചീഞ്ഞു പോകില്ല. സെക്കൻഡ് പോയിന്റ്, എയർ ചാമ്പേഴ്സ് ഇൻ സ്റ്റാൾക്ക് ആൻഡ് ലീവ്സ്. അതായത് തണ്ടിലും ഇലകളിലും നമുക്ക് വായുവറകൾ കാണാനായിട്ട് പറ്റും. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ലീവ്സ് ഫ്ലോട്ട് ഓൺ എ സർഫസ് ഓഫ് ദി വാട്ടർ. അതായത് അവരുടെയൊക്കെ ഇലകൾ ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വാക്സ് ലൈക്ക് കോട്ടിംഗ് ഓൺ ദി ലീവ്സ്. അതായത് ഇലകളിൽ മെഴുകു പോലുള്ള ആവരണമുണ്ട്. അപ്പം താമരയുടെയും അതുപോലെ തന്നെ ആമ്പലിന്റെയും അഡാപ്റ്റേഷൻസ് അല്ലെങ്കിൽ അനുകൂലനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ 4 പോയിന്റ് ഉറപ്പായിട്ടും എഴുതണം. അപ്പോൾ ഇതുപോലുള്ള കുട്ടി കുട്ടി ടിപ്സും കുട്ടി കുട്ടി വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം. ബൈ.